സോഷ്യൽ മീഡിയയ്ക്ക് സുപരിചിതനാണ് അശ്വന്ത് കോക്ക്. സിനിമാ റിവ്യൂകളിലൂടെയാണ് അശ്വന്ത് കോക്ക് താരമാകുന്നത്. ഓരോ സിനിമ റിലീസാകുമ്പോഴും എന്തായിരിക്കും അതിന് അശ്വന്തിന്റെ റിവ്യൂ എന്നതായിരുന്നു സോഷ്യൽ മീഡിയ കാത്തിരിക്കുന്നത്. സിനിമയിലെ നായകന്മാരുടെ ഗെറ്റപ്പിലെത്തിയാണ് അശ്വന്ത് കോക്ക് റിവ്യൂ പറയുന്നത്. അതുകൊണ്ട് തന്നെ പടം ഹിറ്റായാലും ഫ്ലോപ്പായാലും അശ്വന്ത് ഏത് രൂപത്തിലാകും എത്തുക എന്നറിയാൻ ആരാധകർക്ക് ആകാംക്ഷയാണ്. അശ്വന്ത് കോക്കിന്റെ റിവ്യൂകളിലെ പരുഷമായ ഭാഷ പലപ്പോഴും വിമർശിക്കപ്പെടാറുണ്ട്. ഒരിക്കൽ അശ്വന്തിന്റെ റിവ്യൂവിൽ തന്നെ വിമർശിച്ചത് കേട്ട് തകർന്നു പോയെന്നും ആസിഫ് അലി പറഞ്ഞിരുന്നു. അതിനുശേഷം താൻ ഒന്നേ നിന്നും തുടങ്ങിയതാണ് ഇന്നത്തെ അവസ്ഥയിലേക്ക് തന്നെ എത്തിച്ചതെന്നും ആസിഫ് അലി പറഞ്ഞിരുന്നു. ഇപ്പോഴിതാ ഇതേക്കുറിച്ച് പ്രതികരിക്കുകയാണ് അശ്വന്ത് കോക്ക്. അതിൽ വ്യക്തിപരമായി ഒന്നുമില്ല. ആസിഫ് അലി എന്നൊരു വ്യക്തിയെ ഒരു ദിവസം ക്യാമറ ഓണാക്കി ഇരുന്ന് 4 പറയാമെന്ന് കരുതി പറയുന്നതല്ല. അദ്ദേഹത്തിന്റെ സിനിമകളുടെ അടിസ്ഥാനത്തിലാണ് ഞാൻ സംസാരിക്കുന്നത്. അതിൽ എനിക്ക് ഒരു വിഷമവുമില്ല. ആസിഫ് അലി ഒരിക്കലും ഒരു മോശം നടനല്ലല്ലോ. ഒരു കണ്ടന്റിന്റെ അടിസ്ഥാനത്തിലാണല്ലോ ഞാൻ സംസാരിക്കുന്നത്. അല്ലാതെ ചുമ്മാ ഇരുന്ന് ഒരാളെക്കുറിച്ച് പറയുകയല്ലോ. സിനിമയെക്കുറിച്ച് പറയുമ്പോൾ എനിക്ക് അതിൽ പ്രത്യേകിച്ച് ഫീലിങ്സ് ഒന്നും തോന്നാറില്ല. ഇല്ലെങ്കിൽ അവർ സിനിമ ചെയ്യാതിരിക്കട്ടെ, ഞാൻ പറയാതിരിക്കാം എന്നാണ് അശ്വന്ത് കോക്ക് പറയുന്നത്. താൻ പിൻവലിച്ച റിവ്യൂവിനെക്കുറിച്ച് അശ്വന്ത് കോക്ക് സംസാരിക്കുന്നുണ്ട്. മാരിവില്ലിൻ ഗോപുരങ്ങൾ എന്ന സിനിമയ്ക്ക് നെഗറ്റീവ് റിവ്യൂ ആയിരുന്നു അശ്വന്തിൻ്റേത്. റിവ്യൂവിനെതിരെ അണിയറ പ്രവർത്തകർ പരാതിയുമായി രംഗത്തെത്തിയിരുന്നു. പിന്നീട് ആ വീഡിയോ അദ്ദേഹം പിൻവലിക്കുകയുണ്ടായി. അതിലേക്ക് നയിച്ച കാരണമാണ് അശ്വന്ത് കോക്ക് വ്യക്തമാക്കുന്നത്. വളരെ ചെറിയ ബജറ്റിൽ വന്ന സിനിമയായിരുന്നു. ഞാൻ വളരെ പരുഷമായിട്ടായിരുന്നു സംസാരിച്ചിരുന്നത്. എല്ലാ സിനിമയ്ക്കും ഞാൻ അങ്ങനെയാണ് സംസാരിക്കാറുള്ളത്. എന്നാൽ പിന്നീട് ആലോചിക്കുമ്പോൾ കുറച്ച് കൂടിപ്പോയോ എന്ന് തോന്നി. ആ സമയത്ത് ഞാൻ അത്തരമൊരു മാനസികാവസ്ഥയിലായിരുന്നു. അതിൻ്റെ പുറകെ പോകാനും കേസാക്കാനും വയ്യായിരുന്നു. വ്യക്തിപരമായി ആ കാരണങ്ങളാൽ വേണ്ടെന്ന് വെച്ചതാണ്. അത് ആവശ്യമില്ലായിരുന്നു എന്ന് എനിക്ക് പിന്നീട് തോന്നി. ഇനി അങ്ങനെ എൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകില്ല. പേഴ്സണലി വീക്ക് പോയിന്റിലൂടെ കടന്നു പോവുകയായിരുന്നു അപ്പോൾ. അതേസമയം താൻ റിവ്യൂ പറയാതിരുന്നിട്ടുണ്ടെന്നും താരം പറയുന്നു. ഒമർ ലുലുവിന്റെ സിനിമയായിരുന്നു അതെന്ന് അശ്വന്ത് കോക്ക് പറയുന്നു. അദ്ദേഹത്തെ എനിക്ക് 2014 മുതൽ അറിയാം. അത്രയും പരിചയമുള്ള ഒരാളുടെ സിനിമയുടെ റിവ്യൂ പറയാൻ നേരം ഒന്നെങ്കിൽ പറയാതിരിക്കുക, അല്ലെങ്കിൽ പൂർണ്ണമായി എന്താണോ തോന്നിയത് അത് തന്നെ പറയുക എന്നീ 2 ഓപ്ഷനുകളാണ് ഉള്ളത്. അങ്ങനെ പറയുമ്പോൾ സ്വാഭാവികമായി അദ്ദേഹത്തെ വേദനിപ്പിക്കും. അതൊരു എക്സെപ്ഷണൽ കേസാണ്. അതിനാൽ വേണ്ടെന്ന് വെച്ചതാണ്. അദ്ദേഹത്തിന്റെ സിനിമകൾ മാത്രം ഞാൻ പറയില്ല, ചിലപ്പോൾ ഭാവിയിൽ പറഞ്ഞേക്കാം. അത് ആത്മാർത്ഥമായി തന്നെയാകും പറയുകയെന്നും അശ്വന്ത് കോക്ക് പറയുന്നു. എന്തുകൊണ്ടാണ് താൻ കൊളാബുകൾക്ക് തയ്യാറാകാത്തതെന്നും അശ്വന്ത് കോക്ക് വ്യക്തമാക്കുന്നുണ്ട്. ആളുകൾ മണിക്കൂറോളം കാത്തിരുന്നു വരുമ്പോൾ ഞാൻ ഏതെങ്കിലും കമ്പനിയുടെ പരസ്യം പറഞ്ഞാൽ എൻ്റെ മൂടും ആൾക്കാരുടെ മൂടും പോകും. പല വലിയ കമ്പനികളും പരസ്യ വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. ഒരു വീഡിയോയ്ക്ക് 50,000 മുകളിലൊക്കെ ഓഫർ ചെയ്തിട്ടുമുണ്ട്. അങ്ങനെ 10 വീഡിയോ ചെയ്താൽ 5 ലക്ഷം രൂപയായി. അത് ഞാൻ ചെയ്യാത്തത് അതിൻ്റെ വിശ്വസ്തത നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയാണ്. ഞാൻ ആരോടും സബ്സ്ക്രൈബ് ചെയ്യാൻ പറയാറില്ല, ബെൽ ഐക്കൺ ഞെക്കാൻ പറയാറുമില്ലെന്നും അശ്വന്ത് കോക്ക് ചൂണ്ടിക്കാട്ടുന്നു.